നിങ്ങളുടെ നാളെയിൽ ചർച്ചാ വിഷയമാകുന്ന ദിനം നാളെ 1201 കുംഭമാസം 7-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം നിങ്ങൾക്കറിയാം. തൃശ്ശൂരിൽ 6:47 അസ്തമയം വൈകിട്ട് 6:50 നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം. 1:30 മുതൽ 3 മണി വരെയുള്ള ഉച്ചക്ക് ഉള്ള ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. അമാവാസ്യ കഴിഞ്ഞ് പിന്നീട് വെളുത്തപക്ഷത്തിൽ 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലനാണ്. എങ്കിലും ചന്ദ്രൻ ക്ഷയവൃദ്ധി നാശമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു ദിവസമാണ്. 5-ാം തീയതി മുതൽ ചന്ദ്രൻ ബലവാനാണ്. ഈ 5-ാം തീയതി വരെയും വളരെ ദുർബലമായ തിഥിയുണ്ട്. 1-ാമത്തെ തിഥി പ്രഥമാ തിഥി, പ്രതിപദം എന്ന് പറയും. പിന്നീട് വളരെ ദുർബലമാണ് ചതുർത്ഥി, 4-ാമത്തെ തിഥി. ഇത് 2-ാമത്തെ തിഥിയാണ്. ഇവിടെ നക്ഷത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക. പുരൂരുട്ടാതി പൂർവഭദ്രപദ നക്ഷത്രമാകുന്നു. വ്യാഴാഴ്ചയാണ്, പുരൂരുട്ടാതി നക്ഷത്രമാണ്. രണ്ടും വ്യാഴത്തിന് ബലമുള്ള ദിനങ്ങളാണ്. വ്യാഴം ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, വിശാഖം, പുരൂരുട്ടാതി. അതിനാൽ ഈ നക്ഷത്രം നാളെ വിഷ്ണുപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ, അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാൻ, അല്ലെങ്കിൽ വളരെ സിമ്പിളായി വിഷ്ണു അഷ്ടോത്തരം ലഭിക്കാൻ, അതുമല്ലെങ്കിൽ ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്ന ആ വിഷ്ണു സഹസ്രനാമത്തിലെ ശ്ലോകം ജപിക്കുവാനും നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോകണം. തുളസിമല പാൽപ്പായസം വെണ്ണ നിവേദ്യം വഴിപാടായി ചെയ്യാവുന്നതാണ്. ശത്രുദോഷമുണ്ടെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. പക്ഷേ നാളത്തെ ഒരു വിഷയം, പുരൂരുട്ടാതി നക്ഷത്രം ബാക്കി ഒരു വിഷയത്തിനും നല്ലതല്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രത്തിൽ പെടുന്നു. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രത്തിൽ പെടുന്നു. മുപ്പൂരത്തിൽ പെടുന്ന പുരൂരുട്ടാതി നക്ഷത്രം. മുപ്പൂരം എന്നാൽ പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരം മറ്റ് നക്ഷത്രങ്ങളുമുണ്ട്. യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാറില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ സാമ്പത്തികമായ വിഷയത്തിലൊന്നും നല്ലൊരു ശുഭ മുഹൂർത്തം ഞാൻ നൽകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും യാത്രയോ മറ്റോ ഉണ്ടെങ്കിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ, തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ 11:45 മുതൽ 12:45 വരെയുള്ള സമയം കാലത്ത്. അതെന്തിനാണ്? അത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് വന്നാലും ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവും. അഗുണോബി വൃഷപൂജ്യ, എത്ര ദോഷമുണ്ടെങ്കിലും ഇടവൻ രാശിനെ പൂജിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥനകൾ ചെയ്യുക. എല്ലാം ഭക്തി നിർഭരമായി മുന്നോട്ട് പോകട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.